ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. എനിക്ക് ഓർക്കുന്നില്ല. അപ്പം അത് ശരിയല്ല എന്നുള്ളത് മാത്രം പറയാം. അടുത്ത ക്ലിപ്പിടാം. അള്ളാഹു ആ പുരുഷനെ സൃഷ്ടിക്കുന്നു. പുരുഷൻ ഒറ്റക്കാണല്ലോ എന്ന് കണ്ട് പുരുഷന് ഇണതുണ വേണം എന്ന് തോന്നിയപ്പോ പുരുഷന്റെ ഭാര്യയെ ലൂരിയെടുത്ത് ഹവ്വയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ ഹവ്വ, ഈ ആദം എന്ന് പറയുന്ന ഈ രണ്ട് മനുഷ്യർ അവരിങ്ങനെ പെറ്റുപെരുകി, അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്, ധാർമ്മികത എന്ന് ചോദിക്കരുത്, അതങ്ങനെ പെറ്റുപെരുകി ആളുകളായി അങ്ങനെ മുന്നോട്ട് പോയപ്പോ ഈ ആദ്യ സൃഷ്ടിയായ പുരുഷന്റെ ഉപദ്രവം എല്ലാ സ്ത്രീകളും നേരിടും എന്ന് തിരിച്ചറിയുകയും സ്ത്രീകളോട് എല്ലാവരും കൂട്ടിക്കയറാൻ ആവശ്യപ്പെടുകയും ചെയ്ത അടച്ചു. കേട്ടല്ലോ. അപ്പൊ ഒന്നുമില്ല, ഞാൻ വെറുതെ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളു. അതായത് സ്ത്രീകളെ കൂട്ടിക്കയറാൻ പറഞ്ഞത്. എവിടെ കൂട്ടിക്കയറാൻ പറഞ്ഞു? സ്ത്രീകളെ പുറത്ത് വരണോ, അതുകൊണ്ടാണ് ഡ്രസ്സ്. കേട്ടോ? അത് അല്ല, ഈ ഡ്രസ്സ് നിഷ്കർഷിച്ച് തന്നെ അവർക്ക് ഡ്രസ്സ് പറഞ്ഞത് പുറത്ത് വരാൻ തന്നെയല്ലേ, പിന്നെ കൂട്ടിക്കയറാൻ പറഞ്ഞത്. പുറത്ത് വരുമ്പോൾ മാന്യമാരെ ഡ്രസ്സ് ഇടുന്ന് പറഞ്ഞാൽ എന്ത് തെറ്റതിനകത്തുള്ളത്? എവിടെ കൂട്ടിക്കയറാൻ പറഞ്ഞു? യുദ്ധത്തിൽ വരെ പങ്കെടുത്തിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളാണ്. വീട്ടില് തന്റെ ഭർത്താവിന്റെ കൂടെ, ഭർത്താവിന്റെ മുന്നിലാണ് തന്റെ സൗന്ദര്യം കാണിക്കേണ്ടത്. അതാണല്ലോ അതിന്റെ ഇത്. ഇപ്പൊ പുരുഷന്മാര് പുറത്തിറങ്ങുമ്പോ ആരും ഈ പറഞ്ഞ പോലെ മറ്റേ ഈ പല സ്ത്രീകളും ഇറങ്ങി നടക്കുന്ന പോലെ അല്ലല്ലോ ഇറങ്ങുന്നത്. വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇറക്കുന്നു, അതിന് ആർക്കും ഒന്നും പറയാനില്ല. അതേ സ്ഥാനത്ത് ഇതേ പുരുഷൻ ഈ സ്ത്രീ ധരിക്കുന്ന അതേ വസ്ത്രം ഒന്ന് ധരിച്ചിട്ട് പുറത്തിറങ്ങി നോക്കട്ടെ, അപ്പൊ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഇതൊന്നും രണ്ട് രീതിയിൽ നോക്കണ്ടവര്. അപ്പൊ അതല്ല പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ത്രീകളെ പുറത്തേക്ക് എങ്ങനെങ്കിലും ഈ ഡ്രസ്സ് ഇല്ലാതെ പുറത്തേക്ക് ഇറക്കണം. കൂട്ടിലേക്കല്ല, ഇവരിലേക്ക് അങ്ങോട്ട് ക്ഷണിക്കുക, ഇവർക്ക് അത് കണ്ട് ആസ്വദിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അത് ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്നത് എന്തായാലും പുരുഷൻ തന്നെയാണ് സ്ത്രീയെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ അധമനാവുന്നത് രണ്ടാമത്തെ ക്വാളിറ്റി ആവത്തില്ലല്ലോ. ആ നമ്മുടെ പുരുഷന്റെ ഒരു ഭാഗം തന്നെയാണ് സ്ത്രീ. അപ്പൊ പിന്നെ ഒരിക്കലും അത് വസ്തു ഒന്നും ആവത്തില്ല. ആ പാരസ്പര്യത്തിന് വേണ്ടി തന്നെയാണ് അള്ളാഹു അങ്ങനെ ചെയ്തേക്കുന്നത്. എന്നാലാണ് ഇത് നമ്മുടെ ഒരു ഭാഗമായതുകൊണ്ടാണ് അത്രയും ഈ രണ്ടുപേർക്കും തമ്മിലുള്ള ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നത്. ഖുർആനിൽ അങ്ങനെ ഒരു വാക്കാണ് പാരസ്പര്യം. അങ്ങോട്ടും ഇങ്ങോട്ട് ചേർന്ന് ജീവിക്കുന്നത്, ഇന്ന് കുടുംബമായിട്ട് ജീവിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ട് ആകർഷണം തോന്നുന്നതെല്ലാം ഈ ട്രാങ്ക്വിലിറ്റി ഒരു നമ്മുടെ ബോഡി തന്നെ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ്. വേറെ രീതിയിലല്ല സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പം അതിൽ തന്നെ ഈ ലേഖത്തിൽ പറയുന്ന എല്ലാ വാദങ്ങളും പൊളിയും. ഒന്ന്. രണ്ടാമത്തത് പുരുഷന്റെ ഉപദ്രവത്തിൽ നിന്ന് സ്ത്രീയെ രക്ഷിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പുരുഷന്റെ ഉപദ്രവത്തിൽ നിന്ന് പുരുഷനെ രക്ഷിക്കണ്ടേ? ഞാൻ നേരത്തെ ചെയ്യുന്ന കൊലപാതകം വേറെ പുരുഷനെ കൊല്ലത്തില്ലേ? അപ്പൊ അതെന്താ കൊല്ലുന്നത്? സ്ത്രീ വേറെ ആയതുകൊണ്ടാണ്. സ്ത്രീയോട് മാത്രമല്ലല്ലോ അതിക്രമം കാണിക്കുന്നത്. വേറെ എന്തെല്ലാം ചെയ്യുന്നു? പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു, കള്ളം പറയുന്നു, കൊലപാതകം ചെയ്യുന്നു, കൊള്ള ചെയ്യുന്നു. അതുപോലെ സ്ത്രീകളെ തന്നെ ദ്രോഹിക്കുന്ന എത്രയോ സംഭവങ്ങളില്ല അവർ ചെയ്യുന്നു. സ്ത്രീകളെ ഈ റാക്കറ്റ് വരുത്തുന്നതന്നെ സ്ത്രീകൾ തന്നെയാണ്. ഈ റാക്കറ്റിൽ പ്രവർത്തിക്കുന്നത് പിന്നിലെല്ലാം സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ അതൊന്നും ബാലിച്ച്, അതുകൊണ്ട് നമ്മൾ ഇത് അവസാനം ഉടായ്പകൾ എന്നാണ് എന്തോ നമ്മൾ തലക്കെട്ടിട്ടിരിക്കുന്നത് തരികടകൾ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ലേഖത്തിലിട തരികടയാണത്. സ്ത്രീകളെ രക്ഷിക്കാൻ അള്ളാഹുവിനെ സൃഷ്ടിച്ചിട്ട് ആ പുരുഷന്റെ ഉപദ്രവത്തിൽ സ്ത്രീയെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. ഉപദ്രവം ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ ഇവിടെ ഇത്രയും റൂളുകൾ പറഞ്ഞത്. ഉപദ്രവം ഉണ്ടാകത്തില്ല ഈ റൂൾ പറയേണ്ട ആവശ്യമുണ്ടോ? പുരുഷന് നിന്റെ നോട്ടം താഴെയാക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ? പുരുഷനടുത്ത് പറഞ്ഞിട്ടുണ്ട് നോട്ടം താഴെയാക്കുന്ന, സ്ത്രീകളുടെ അടുത്ത് മാന്യമായിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറവും കയറി ആരും ചെയ്താൽ അവന് അതിന്റെ അർഹമായ മാതൃകമായ ശിക്ഷയും പറഞ്ഞിട്ടുണ്ട്. ശിക്ഷയൊന്നും പറയേണ്ട ആവശ്യമില്ല. ആണെങ്കിൽ ഇസ്ലാമിൽ ഒരു ശിക്ഷയും പറയേണ്ട, ഈ ബുക്ക് തന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ല. എന്തിനാണ് ബുക്ക് ഇറക്കിയത്? ഖുർആൻ വേദഗ്രന്ഥം ഗൈഡ് ചെയ്യാൻ ഇറക്കിയ എന്തിനാണ്? ഇത് ഇവിടെ മനുഷ്യൻ ഒന്നും തെറ്റ് ചെയ്യത്തില്ലെന്ന്. തെറ്റ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിൽ സൊല്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് പണിഷ്മെന്റ്സ് വെച്ചേക്കുന്നത്? ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം. അപ്പൊ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇസ്ലാം ഡീൽ ചെയ്തു. ഇവർ പറയുന്നു ഇസ്ലാമിനകത്ത് ഒരു പണിഷ്മെന്റ് പോലെ എല്ലാ മാലാകമാർ ഇവരോട് ജീവിക്കുന്നത്, മാലാകമാരെല്ലാം ഇവിടെ ജീവിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. അപ്പൊ അവർക്ക് ഗൈഡൻസ് വേണം. നിങ്ങൾ ആ ഗൈഡൻസ് ഫോളോ ചെയ്യുന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഏകത്തിൽ ഇതിനകത്ത് എതിരെ നിൽക്കരുത്, ആ ഗൈഡൻസ് ഫോളോ ചെയ്യാൻ വിടുക, അത് പ്രോത്സാഹിപ്പിക്കാം ഒക്കുമെങ്കിൽ. എന്നിട്ട് ഈ ഒരു സോഷ്യൽ ഓർഡർ കറക്റ്റാണ്. ഇതിന് മാത്രം സ്ത്രീകൾ മാത്രമല്ലല്ലോ മോഷ്ടിക്കുന്നതിന് എന്തൊക്കെ റൂളുകൾ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സക്കാത്ത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട ഒരു ആഹാരം ഇല്ലാതിരിക്കരുത്, അവർക്കെല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മോഷ്ടിക്കുകയാണെങ്കിൽ മാതൃകാപരമായിട്ട് അവന് ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ അള്ളാഹു തന്നെ ഉണ്ടാക്കി സൃഷ്ടിച്ചു, അവനെ തന്നെ മോഷ്ടിപ്പിക്കാൻ വെച്ചു, അവനെ വിശപ്പ് കൊടുത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു വാദമാണ്. ഇത് പിന്നീട് ദിവസം പറയുന്നത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണുള്ളത്. ഇതെങ്ങനെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്? മനുഷ്യനെ തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാലാകയല്ല, മാലാക തെറ്റ് ചെയ്യത്തില്ല. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയതുകൊണ്ടല്ല, ഈ സൃഷ്ടി അങ്ങനെ ആയതുകൊണ്ടാണ്. അത് മാലാകമാർ തന്നെ പറഞ്ഞു. ഇപ്പം മനുഷ്യനെ സൃഷ്ടിച്ചല്ല അവിടെ പോയി രക്തം ചിന്തും. അതിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് പോയിന്റ് ഇവിടെ. അതിനുള്ള ധാർമ്മികത നമ്മൾ സംസാരിക്കുമ്പോൾ അതിനുള്ള എന്തെല്ലാം റൂള് അത് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് ആരാധന സൃഷ്ടിക്കുന്നത്. ഓക്കെ, അടുത്ത റിപ്പോർട്ട്. അതായത് പുരുഷന്മാരായി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെയാണോ? അത് അള്ളാഹു ഞങ്ങൾക്ക് പ്രത്യേകമായി തന്ന
ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്. പണ്ട് ഏതോ ഒരു പേട്ടന്റെ സിനിമയിൽ, നമ്മുടെ പേട്ടന്റെ സിനിമയിൽ പറയുന്നുണ്ട്, എന്റെ കട്ടിൽ എന്ത് കിടന്നാലും ഞാൻ കയറി പിടിക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം. ആ ഒരു സ്വഭാവത്തിലാണ് പുരുഷന്മാരുള്ളത് എന്നും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നും പറയാം. അതുകൊണ്ടല്ലേ ഞാൻ തരികളെല്ലാം ഇട്ടത്. ഞാൻ പറഞ്ഞോ, സമീർ പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു വാക്ക് ഖുർആനിൽ എന്താ പറയുന്നത്? നിങ്ങൾ സ്ത്രീയോട് പറഞ്ഞത് അവരുടെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക, പുരുഷനോട് പറഞ്ഞത് നിങ്ങൾ കണ്ണ് താഴ്ത്തുക എന്നുള്ളത്. ഇവിടെ എന്താ രണ്ട് പറഞ്ഞത്? സ്ത്രീ വസ്ത്രം ധരിച്ചിട്ടാണെങ്കിൽ പിന്നെ കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് വസ്ത്രം ധരിക്കാതെ ഈ പറഞ്ഞ രീതിയിലുള്ള വസ്ത്രധാരണ ആയിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ എന്ത് ചെയ്യണം? ആ പുരുഷൻ എന്ത് ചെയ്യുക? ഈ കണ്ണുകൾ താഴ്ത്തുക. അത് വളരെ കൃത്യമാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് ഭാഗത്തോട് കൃത്യമായിട്ട് അവിടെ സൂറത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്ത് 100 തോന്നുന്നുണ്ട് ഈ ആയത്ത്. അവിടെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് നിങ്ങൾ വസ്ത്രം ധരിക്കുക, അതേപോലെ തന്നെ പുരുഷനോട് നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ ഈ ഓർഡർ അനുസരിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ലോകത്തുള്ള എല്ലാവരും ഈ ഓർഡർ അനുസരിക്കുകയാണെങ്കിൽ എന്താവും സ്ഥിതി? നിങ്ങൾ ആലോചിക്കുക. വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ റാപ്പ്, അതേപോലെ ഈ ചൂഷണം, ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഈ പറഞ്ഞ ഇതിലൊക്കെ ചെന്നപ്പെടുന്നത്? ഈ പറഞ്ഞ സിനിമ, അതേപോലെയുള്ള ക്ലിപ്പുകൾ, റീൽസുകളൊക്കെ കണ്ടിട്ട് പുരുഷന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ ഈ കാഴ്ച കൊണ്ടാണ് പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ വികാരം ഉണരുന്നത്. അതേ സ്ഥാനത്ത് സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് കാഴ്ചയിലല്ല ഈ പറഞ്ഞ വികാരങ്ങൾ ഉണരുക. സ്ത്രീകൾക്ക് ടച്ചിലൂടെയാണ്, അവരുടെ സ്പർശനത്തിലൂടെയാണ് അവർക്ക് ഈ പറഞ്ഞ വികാരം ഉണരുക. പക്ഷെ പുരുഷന്മാരുടെ അങ്ങനെയല്ല. ആ രണ്ടാണ്. അതുപോലും ഇയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇയാൾ അങ്ങോട്ട് പറയന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇസ്ലാമിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുക. 1 മണിക്കൂറൊക്കെ ഇരുന്ന് എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് കേൾക്കാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ടായതുകൊണ്ട് ഇയാൾ ജീവിച്ചു പോകുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായി ക്ലിപ്പ് മുറിച്ചിട്ടത്. വിഡ്ഢിത്തങ്ങൾ മനസ്സിലാക്കട്ടെ ആൾക്കാർ എത്രത്തോളം മോശമാണ്. ഇപ്പൊ ഞാൻ അയാളുടെ വാദം ഞാൻ തിരിച്ചു വയ്ക്കാം. ആണുങ്ങൾ ഇങ്ങനെയാണ്, ആണുങ്ങൾ ആക്രമിക്കാൻ തന്നെയാണ് ഉള്ളതെന്ന് ഞാൻ തിരിച്ചു പറയാം. കള്ളന്മാർ കക്കുക തന്നെ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ കഥ അടയ്ക്കുക. ഞാൻ കഥ അടയ്ക്കത്തില്ല. അതെന്തിനാണ് അങ്ങനെ? കള്ളന്മാര് വന്ന് കക്കും, അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞത്? പോലീസ് എന്ന് പറയണം. നിങ്ങൾ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ ആദ്യം പോലീസുകാരൻ വന്ന് ചോദിക്കുന്നത് നിങ്ങൾ വീട് കറക്റ്റായിട്ട് അടച്ചിരുന്നോ, ജനൽ അടച്ചിരുന്നോ, നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് ആദ്യം നമ്മുടെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? അപ്പം അങ്ങനെയാണോ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്? കള്ളന്മാർ കക്കും, അപ്പോൾ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, ഞങ്ങൾ എന്തിനാ പ്രൊട്ടക്ട് ചെയ്ത്, ഞങ്ങൾ തുറന്നിരിക്കും, പക്ഷേ കള്ളന്മാർ വരരുത് എന്ന് പറയുന്ന പോലെയല്ലേ ഇയാൾ പറയുന്നത്? സ്ത്രീകൾ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. സ്ത്രീകളെ അങ്ങനെ പുരുഷന്മാർ സൃഷ്ടിച്ചു പുരുഷന്മാരെ. പക്ഷെ ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നാൽ മാത്രമേ പ്രശ്നം നടക്കാതിരിക്കത്തുള്ളൂ. അതും കൂടെ നോക്കണം. അതിനാണ് ഗൈഡൻസ് തന്നേക്കുന്നത്. ആ വ്യവസ്ഥയെ താണ്ടി പോകുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പൊ നിങ്ങളാണ് ഇതിനെ എന്താണ് ഇങ്ങനെ കൂടുതൽ അക്രമം നടക്കാൻ കാര്യം എന്താ? ഈ സിനിമയിലൊക്കെ കൊച്ചുനാൾ മുതൽ കുട്ടികൾ ഈ സ്ത്രീകളെ നഗ്നയായിട്ടും അഡ്വർടൈസ്മെന്റിൽ അവരൊരു ഭോഗവസ്തുവായിട്ട് കണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് ആ സ്ത്രീയെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും, മതിപ്പ് എന്തായിരിക്കും? ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഇപ്പം ചെയ്യും. അതിന് വളം വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ ഇസ്ലാം ആ മുളയിലെ നുള്ളിക്കളഞ്ഞ് അങ്ങനെ കാണിക്കരുത്, സ്ത്രീയെ കച്ചവടക്കാരായിട്ട് കാണിക്കരുത്, ഭോഗവസ്തുവായിട്ട് മാത്രം നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് അങ്ങനെ കാണിക്കരുത്, പൈസയ്ക്ക് വേണ്ടി പാവം സ്ത്രീകൾ വരുന്നു, അത് ചെയ്യരുത്. അതിന് എന്തെങ്കിലും ഒരു ദിവസം ലേഖത്തിൽ എതിർക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ സ്ത്രീകളെ ഇതാണ് അപമാനിക്കുന്നത്. സിനിമ പോസ്റ്ററിൽ പണ്ട് തമിഴ്നാട്ടിലൊക്കെ എനിക്കറിയാം, ഈ നഗ്നമായ പോസ്റ്റർ, ആ പൊക്കളൊക്കെ കാണിച്ച പോസ്റ്റർ, അത് ഈ സ്ത്രീയുടെ സമാജങ്ങളുണ്ടല്ലോ, അവരൊന്ന് താറ് പൂശു വരുന്നത് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതല്ലേ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത്, സ്ത്രീകളെ ഭോഗവസ്തുവായിട്ട് കാണുന്നത്. അതിനല്ലേ നിങ്ങൾ എതിർക്കേണ്ടത്? അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിനെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? നിങ്ങൾ ഡ്രസ്സ് ഇടണം, അങ്ങനെ കാണിക്കരുത്, നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ന്യൂഡായിട്ട് കാണിക്കരുത് എന്ന് പറയുന്ന ഇസ്ലാമിനെ എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത്? അങ്ങനെ കാണിക്കുന്നവരല്ല. അപ്പൊ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ത്രീയെ കച്ചവടക്കാക്കുന്നത്, അവർ ഭോഗവസ്തുവാക്കുന്നത് നിങ്ങൾ. അത് നമ്മൾ പറയാം, പുരുഷൻ അവരെ തന്നെ ആക്രമിക്കാൻ തന്നെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. നിങ്ങൾ അതിനെ വളം വെച്ച് കൊടുക്കുന്നത്. കൊച്ചിലെ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ഇതാണ് സ്ത്രീ, അവർ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടോണ്ടേ വരാവൂ, ഇങ്ങനെ കാണാനുള്ളതാണെന്ന് വെച്ചേക്കുന്നത് നിങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്ത്രീയും പുരുഷനെ സൃഷ്ടിച്ചു, ആ സോഷ്യൽ ഓർഡർ നേരെ പോകുന്നതിന് ചില നിഷ്പക്ഷതകളും വെച്ചു, അത് പാലിക്കണം. അതുകൊണ്ട് അവർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല. അത് ചെയ്താൽ കുറ്റമെന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ല. സ്ത്രീ വസ്ത്രം ഇല്ലാതെ പോയി നീ ആക്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷയില്ല എന്നാണോ ഖുർആൻ പറഞ്ഞത്? അല്ലല്ലോ. ചെയ്ത് കഴിഞ്ഞാൽ അവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കും. അതുപോലെ തന്നെ പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. നീ കണ്ണുകൾ താഴ്ത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സ്ത്രീ അത് ഡ്രസ് ഇട്ട് പോയാൽ തന്നെ അങ്ങോട്ട് ആവശ്യമില്ലാതെ നോക്കരുത്. എന്നിട്ട് അതിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഭാര്യയുണ്ട്, വീട്ടിൽ അവിടെ പോയി ഒരു നോട്ടം കഴിഞ്ഞാൽ കണ്ണെടുക്കണമെന്നുണ്ട്. അതെന്താ? അത് രണ്ടാമത്തെ നോട്ടം വേറെ നോട്ടമായി പോകും. അതെന്തിനാ ഖുർആൻ പറഞ്ഞത്? അത് ശരിയാ തെറ്റോ? ലേഖത്തിൽ പറയും. നോക്കാന്നാണോ നോക്കിക്കൂടാന്നാണോ?
അല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ നോക്കി നോക്കുവോ ഇല്ലയോ? അങ്ങ് നിക്കണം എന്നാണ്. അതാണ് സ്ത്രീയെ ബഹുമാനിക്കുന്ന വിധം. സ്ത്രീയെ അതാണ് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞത്. ഇരിക്കണം. അവർ ആസ്വദിക്കും. അതിനെന്താ കുഴപ്പമെന്നാ പറയുന്നത്? അതിനാ അവർ സൃഷ്ടിക്കപ്പെടുന്നത്. എന്തൊരു കഷ്ടം! ഇത്ര മോശം സോഷ്യൽ സെറ്റ് ബാക്ക് ആവാൻ കാരണം ഇവരാണ്. ഇങ്ങനെയുള്ള ചർച്ചകൾ. അപ്പൊ ഉള്ള മതത്തിനെ ഇല്ലാതാക്കാൻ നോക്കുക. ഇത് അല്പസ്വല്പം ഇപ്പൊ ഉള്ളവർക്ക് തന്നെ ഇതില്ല. ഇവരോടെ കലർന്ന് കൂടിക്കലർന്ന് ജീവിക്കുമ്പോഴത്തേക്ക് നമ്മ ഉള്ള മതത്തിന്റെ മൂല്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിനകത്ത് ഇതൊന്നും വേണ്ട നിങ്ങൾ പുറത്തു വന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് ശരിക്കും മോശമാണ്. പ്രവാചകൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. അവസാന കാലത്ത് ഒരു വിശ്വാസിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ മുള്ളിന്റെ ചെടികളുടെ ഇടയ്ക്കൂടെ നടക്കുമ്പോൾ നമ്മുടെ ആ മുണ്ട് അതിനകത്ത് കൊരുക്കാതെ നടക്കാൻ എന്ത് ബുദ്ധിമുട്ടോ അങ്ങനെ വേണം നടക്കാൻ. എവിടെയെങ്കിലും കൊരുത്ത് നമ്മളും പുറത്താവുമോ എന്നുള്ള വേറൊരു രീതിയിലാണ്. ഉദാഹരണം പറഞ്ഞത് പറഞ്ഞാല് തീയുടെ കട്ട കയ്യിൽ പിടിച്ചിട്ട് ജീവിക്കുന്ന പോലെയാണ്. തീയുടെ കൈ നല്ല എന്താ പറയാ കത്തി നിൽക്കുന്ന കട്ട ആ കയ്യിൽ പിടിച്ചിട്ട് എങ്ങനെ നടന്നു പോകും, അല്ലെങ്കിൽ അത് പിടിച്ചിങ്ങനെ അമർത്തി പിടിക്കാൻ കഴിയും നമുക്ക്, അതേപോലെ ആയിരിക്കും എന്നാ പറഞ്ഞത്. അതെ, ചുറ്റും തിന്മകളാണ്. തിന്മയുടെ കൂടെ ജീവിച്ചാൽ തിന്മ നമുക്കും വരും. അത് അതിനകത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം സ്ട്രിക്റ്റ് നിയമങ്ങൾ വെച്ചേക്കുന്നത്. ഏത് ഗാന്ധിജി ചെയ്ത പോലെ എത്ര ആൾക്കാർ ഇടയ്ക്കൊണ്ടിട്ടാലും ഞാൻ എനിക്കൊന്നും ആവത്തില്ല. ആ സംഭവം ഒന്നും ഇല്ല അതിനകത്ത്. മനുഷ്യൻ തന്നെയാണ്. ആ സിറ്റുവേഷൻ വരുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം മാറും. അങ്ങനെയാണ് മനുഷ്യനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അത് വിവാഹ ബന്ധത്തിന്റെ കൂടെ മാത്രം നടക്കാനായിട്ട്. അതില്ലെങ്കിൽ വിവാഹ ബന്ധം നടക്കത്തില്ല. പിന്നെ ഇവിടെ മനുഷ്യ രാശി പെറ്റ് പെരുകത്തുമില്ല. അതിനൊരു അള്ളാഹു ഒരു കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ ഒരു കെമിസ്ട്രി വെച്ചിട്ടുണ്ട്. അത് ഒരു വിവാഹം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിൽ മാത്രം നടക്കേണ്ട കേസാണ്. അത് പുറത്ത് കാണിക്കണം. അതാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കാൻ പറ്റും? അപ്പോഴാണ് മൊത്തത്തിൽ പ്രശ്നം വരിക. അപ്പം സ്ത്രീകളെ ഇല്ലാതാക്കുന്നതും ചെയ്യുന്നത് നിങ്ങളാണ്. ഒരിക്കലും ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആണുങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇത് എന്താ നോട്ടം താഴ്ത്തുക, ഖുറാന്റെ 24-30 എന്നൊക്കെ കാണാതെ. അത് കഴിഞ്ഞ് സ്ത്രീകൾ കറക്റ്റായിട്ട് ഡ്രസ് ചെയ്യാൻ പറയുക. അതുപോലെ പിന്നെയും തെറ്റ് നടന്നു കഴിഞ്ഞാൽ മാതൃകാപരമായി ആർക്കാനും ശിക്ഷയുണ്ട്. എല്ലാ കുറ്റത്തിനും ഇതിനും ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്ത പോലെയാണ് ജീവിതത്തിൽ പറയുന്നത്. അത് തെറ്റാണ്. അടുത്ത കളിപ്പെടാം. അതായത് പുരുഷന്മാരെല്ലാവരും വിവാഹം നിഷിദ്ധമായ അതല്ലെങ്കിൽ അച്ഛനും ആങ്ങളെയോ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീയെ കണ്ടാൽ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടവരാണ് എന്നിട്ട് അത് പടച്ചവന്റെ തലയിൽ വെച്ചു കൊടുക്കാം. അതായത് അല്ല ഇപ്പൊ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ പൊതുവെ കാണുന്ന ഒരു സംഭവല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 2 സ്ത്രീകൾ നടന്നു പോകുന്നു. ഒരു ട്വിൻസ് ആണെന്ന് വിചാരിക്കാം. രണ്ടുപേരും ഒരേ സൗന്ദര്യം, രണ്ടും ഒരേ പ്രായം ഒക്കെ ഉള്ള ഒരു സ്ത്രീ, 2 സ്ത്രീകൾ. ഒരു സ്ത്രീ പർദ്ദ ധരിച്ചിട്ടാണ് പോകുന്നത്, ഒരു സ്ത്രീ ആവട്ടെ ബിക്കിനി ഇട്ടിട്ടാണ് പോകുന്നത് വിചാരിക്കാം. അപ്പോൾ നിരത്തില് അല്ലെങ്കിൽ ഈ പൊതുസ്ഥലത്ത് ഒരാണുണ്ട് വിചാരിക്കാം. ഈ ആണ് സ്വാഭാവികമായിട്ടും ഈ പുരുഷൻ ആരെയാണ് തുറിച്ചു നോക്കാൻ സാധ്യത? ഈ പറഞ്ഞ ഈ ബിക്കിനിയിട്ട സ്ത്രീയല്ലേ. ഇത് പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞാല് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഇതില്ലെങ്കിലും പ്രശ്നമാണ്. ഈ ഈ പൊട്ടനെ അത് അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് ഇല്ലെങ്കിലും പ്രശ്നമാണെന്ന്. ഈ അട്രാക്ഷൻ ഇല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് അല്ലേ? ഇതൊന്നും അറിയില്ല, സൈക്കോളജി ഒന്നും അറിയില്ല ഇയാൾക്ക്. അതാണ് പ്രശ്നം. അല്ല, ഞാനിത് പറയും. ഇപ്പം നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നമ്മളൊരു ആഭരണം കൊണ്ടുവരും, 100 പവൻ 50 പവൻ കയ്യിൽ കൊണ്ടുപോകുന്നു. നിങ്ങൾ വളരെ സൂക്ഷിച്ചു പോകണം. കള്ളന്മാർ വരും, അല്ലെങ്കിൽ വന്ന് അവർ മോടിച്ചോണ്ട് പോകുന്ന പറഞ്ഞാൽ എന്താണ് ഇത് ദൈവം അപ്പം സെക്യൂരിറ്റി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവരെ ദ്രോഹിക്കണം എന്നല്ലേ പറയുന്നത് എന്നാ ചോദിക്കുന്നത്. അപ്പം ഒരു ബാങ്കിൽ ATM ഫില്ലിന്ന് കണ്ടിട്ടുണ്ട്. ATM വരുമ്പോഴത്തേക്ക് ഫുള്ള് പൈസ കൊണ്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് തോക്ക് പിടിച്ച ആൾ കാണും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ പറയുന്നത്? തോക്കില്ലാതെ പോയാൽ അതുപോലെ നിങ്ങൾ എല്ലാവരും പോയി ആ പൈസ മോട്ടിക്കൂ എന്നല്ലേ അർത്ഥം? എന്നതുപോലെയാണ് പുള്ളി പറയുന്നത്. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നൈറ്റ് ഇറങ്ങുമ്പോൾ പ്രശ്നമുള്ള സ്ഥലങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടെ ആളിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല കൂടുതൽ മഹറം, അതായത് വിവാഹ നിഷിദ്ധമായ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ പോവുക, ഒരു ആണുമായിട്ട് പോവുക, വീട്ടിലെ റിലേറ്റീവായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ആ ആക്രമണത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ പ്രശ്നമുണ്ട് ആ സാധ്യത ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ ഇയാൾ തിരിച്ചാക്കുകയാണ്. അപ്പം ആ മഹറം ഇല്ലാതെ പോയാൽ, ഒരു കൂട്ടില്ലാതെ സപ്പോർട്ട് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആക്രമിക്കൂ എന്നല്ലേ എൻ്റെ അർത്ഥം. എന്തൊരു വാദാന്ന് നോക്ക്. എന്നിട്ട് ഈ സിനിമയിൽ ഈ അഭിനയിക്കുന്ന ആൾക്കാർ പോലും അവർ പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ അമ്മയുടെ കൂടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല. ഈ സിനിമയിൽ എന്നാലും സിനിമയിൽ പോയി അഴിഞ്ഞാടാൻ പോകുന്ന ആൾക്കാർ പോലും അവർ പറയുന്നത് ഞങ്ങൾ കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. നേരെ നടന്ന് കണ്ടിട്ടാണ്. ഇപ്പം എന്റെ കൂടെ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ മകളോ രാത്രി യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരും അങ്ങനെ അത്ര മൈൻഡ് ചെയ്യൂല. അതേ സ്ഥാനത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? രാത്രിയാവട്ടെ പകലാവട്ടെ ഏത് സമയത്ത് യാത്ര ചെയ്യുമ്പോഴും ആളുകളൊന്ന് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും നേരം വൈത്താലെ പോവും, ഉറപ്പാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ മനുഷ്യനൊരു
ഇത് കൊടുത്തു. എന്ത് വെറുതെ അങ്ങ് സൃഷ്ടിച്ച് വിടുകയല്ല ചെയ്തത്. അവിടെ ഒരു ഇതും കൊടുത്തു. എന്താ പറഞ്ഞ് അവര് എങ്ങനെ ഇതിനെയൊക്കെ തരണം ചെയ്യണം, ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ട് എടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് വരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഇവർ കണ്ണടിച്ചിട്ട് അങ്ങോട്ട് എന്താ പറയാ ഇരുട്ടാക്കാൻ ശ്രമിക്കാന്നുള്ളത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇവർ മറച്ചു വെച്ചിട്ട് നമ്മൾ പറയുന്നത് മാത്രം ശരി. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവർ ശരിക്ക് കണ്ണടിച്ചിട്ട് ഇത് ഇരുട്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ സ്ത്രീകളെ സ്ത്രീകളല്ല കുട്ടികളെ വൈകിട്ട് ഒറ്റയ്ക്ക് വിടരുത്, പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും കൂടെ ഒറ്റയ്ക്ക് വിടരുത്, ആരെങ്കിലും മുതിർന്നവരെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും കുട്ടി ഒറ്റയ്ക്ക് പോയാൽ അവനെ തട്ടിക്കൊണ്ട് പോകണം എന്നല്ല എന്റെ അർത്ഥം. എന്ന വാദമാണ് ഉപയോഗിക്കുന്നത്. എന്ത് ബാലിശമായ വാദമാണിത്. അതുപോലെ ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് പോലീസുകാർ വന്ന് പറയും, ജനലിന്റെ അടുത്ത് കിടക്കുന്നവർ കിടക്കരുത്, നിങ്ങൾ ബാഗ് എടുത്തോണ്ട് പോയി കളയും, അല്ലെങ്കിൽ ചെയിൻ സ്നാച്ച് ചെയ്യും, നിങ്ങൾ ജനൽ അടച്ചിട്ട് കിടക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയേണ്ടത്? ജനൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ മാല പൊട്ടിക്കും എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് അയാൾ പറയുന്നത്. അതേപോലെ പല ഉദാഹരണങ്ങൾ പറയാം. വീട്ടിൽ കഥ അടച്ചില്ലെങ്കിൽ അടച്ചു കിടന്നില്ലെങ്കിൽ വെള്ളം വരും. അവന്റെ അർത്ഥം എന്താണ്? തുറന്നു കിടക്കുന്ന വീട്ടിലെല്ലാം വെള്ളന്മാർ കയറൂ എന്നല്ലേ പറയുന്നത്. എത്ര ബാലിശമായ ഇതിനൊക്കെ എന്ത് മറുപടി കൊണ്ട് ഗതികേട് വന്നല്ലോ എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പം ഇതോടെ നിർത്താം. നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.